നമസ്കാരം. പിന്നെ നമ്മൾ ഈ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഭാരത സംസ്കാരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന സംഭവങ്ങളിലൊന്നാണ് കുംഭമേള എന്ന് പറയുന്നത്. ഈ വർഷം ഇപ്പോൾ ഈ 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള ഇത്തവണ പ്രയാഗിലാണ് നടക്കുന്നത്. അത് വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പവിത്രമായ ഒരു കാര്യമായി കരുതപ്പെടുന്നു. കുംഭമേള സന്ദർശിക്കുന്നതും കുംഭമേളയിൽ പങ്കെടുക്കുന്നതും ഒരു ജന്മപുണ്യമായിട്ടാണ് ഇവിടുത്തെ ഭാരതീയ സമൂഹം പൊതുവെ കരുതുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുമുണ്ട്. വളരെ ഭംഗിയായി ഉത്തർപ്രദേശ് സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും ചേർന്നതിൻ്റെ ഇത്തവണത്തെ കുംഭമേളയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡന്റ് ഷഹാബുദ്ദീൻ റസ്വി അദ്ദേഹം ഒരു പ്രസ്താവനയുമായി വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ കുംഭമേളയോടനുബന്ധിച്ച് വ്യാപകമായി മുസ്ലിങ്ങളെ മതം മാറ്റാനുള്ള ഒരു പദ്ധതി, ഒരു ഹിഡൻ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും അതിനേക്കാൾ ഉപരി ഈ കുംഭമേള നടക്കുന്ന സ്ഥലം തന്നെ വഖഫ് ഭൂമിയാണെന്നുള്ള ഒരു ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. കൂടാതെ ഈ പറഞ്ഞതുപോലെ മതപരിവർത്തന നിയമം നിലനിൽക്കുന്ന ഉത്തർപ്രദേശിൽ അങ്ങനെ ചെയ്യുന്നത് നിയമവിരുദ്ധമാകും. മതപരിവർത്തന നിയമത്തെ എതിർത്തുകൊണ്ടേയിരിക്കുന്നവരാണ്. പക്ഷേ അത് അങ്ങനെ ചെയ്താൽ അത് മതപരിവർത്തന നിയമത്തിന് എതിരാകുമെന്നും നിയമവിരുദ്ധമാകുമെന്നും പറഞ്ഞുകൊണ്ട് ഈ കുംഭമേളയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താ അതിനെപ്പറ്റിയുള്ള ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? അത് എനിക്ക് 2 തരത്തിൽ ആലോചിക്കുന്നു. ഒന്ന്, ഈ കുംഭമേളയെ സംബന്ധിച്ച് കുംഭമേളയിൽ ഒരു 4 വർഷം മുമ്പ് ഈ കുംഭമേളയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ പ്രയാഗ്രാജിൽ നടന്നുള്ള കുംഭമേള ഒരു മഹാകുംഭമേള നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ഒരു ദിവസം 1 കോടി ആളുകളാണ് അവിടെ വരിക. 1 കോടി ആളുകൾ വരും. അവിടെ 5 കോടി ആളുകൾ വരെ വന്നിട്ടുള്ള ദിവസമുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 30 കിലോമീറ്റർ ചുറ്റളവിലാണ് വരും. 30 കിലോമീറ്റർ നീളവും 30 കിലോമീറ്റർ വീതിയും വരുന്ന ഏകദേശം 900 സ്ക്വയർ കിലോമീറ്റർ ദൂരത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ പറഞ്ഞ ഒരു ജില്ലയുടെ വലിപ്പമുണ്ട്. ആ ജില്ലയുടെ വലിപ്പമുള്ള സ്ഥലത്താണ് കുംഭമേള നടക്കുന്നത്. ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് ഈ 4 കൊല്ലം മുമ്പ് പോയത്. അതിനു മുമ്പൊരിക്കൽ പോയത് ഒരു കഷ്ടിച്ചൊരു 15-20 വർഷം മുമ്പായിട്ടാണ്. അന്ന് കുംഭമേള നടന്ന സ്ഥലത്ത് നമുക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഗംഗയിൽ കാല് കുത്താൻ സാധ്യമല്ലാത്ത അത്രയ്ക്കും വൃത്തികേടാണ് ഗംഗാനദി. അത്രയും മലീമസപ്പെട്ട് കിടക്കുന്ന കാലമാണ്. അന്നത്തെ അതിൻ്റെ ധാരണ അന്നത്തെ മുഖ്യമന്ത്രി ഇദ്ദേഹം മുലായം സിംഗ് യാദവ് മറ്റാരും തോന്നുന്നു ആ സമയത്ത്. ഏതായാലും SP-യുടെ സർക്കാർ ഭരിക്കുന്ന കാലമാണ്. കേന്ദ്രത്തിലാണെങ്കിൽ അവർ കോൺഗ്രസിൻ്റെ സർക്കാരൊക്കെ ഭരിക്കുന്ന കാലമാണ്. അപ്പോൾ അന്നത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗംഗാനദിയിലേക്കും കടക്കാൻ സാധ്യമല്ല. കാലെടുത്ത് കുത്തി കാല് കഴുകാൻ നമുക്ക് സാധ്യമല്ല. കാല് കഴുകിയാലും നമ്മുടെ കാലിനകത്തേക്ക് അഴുക്ക് പറ്റും. അഴുക്കല്ല പറ്റും, മാലിന്യത്തിൻ്റെ കൂമ്പാരമായിരുന്നു ആ നദി. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. ഇപ്പോൾ ഇവർ പലരും വിരലൊടിപ്പിക്കുന്ന അവസ്ഥ ശരിക്കതാണ്. ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുംഭമേളയുടെ സ്ഥലത്തേക്ക് ചെന്നാൽ അവിടെ ഏക്കർ കണക്കിന് കിലോമീറ്റർ കണക്കിനുള്ള ദൂരത്തുള്ള ഗംഗാനദി അത്രയ്ക്കും വളരെ പരിശുദ്ധമായിട്ട്, ഉദാഹരണം ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഗംഗാ നവീകരണ ശുദ്ധീകരണ പദ്ധതി വളരെ വിജയപ്രദമായി വളരെ ഫലപ്രദമായിട്ട് നടന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ അവിടെ നമ്മൾ സാധാരണ ഗംഗാ ആരതി പോലെ തന്നെ അവിടെ നമുക്ക് പുഷ്പാർച്ചന നടത്താം. ഒരു തട്ടത്തിൽ പുഷ്പം കൊണ്ടുവന്നിട്ട് നമ്മൾ ഗംഗാനദിയിലേക്ക് ഒഴുക്കും. ആ ഒഴുക്കുന്ന പുഷ്പം ഗംഗാനദിയിൽ ഒഴുകി നടക്കും. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും അത്ഭുതമായിട്ടുള്ള വശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിനകം നമ്മൾ ഒഴുക്കി കളയുന്ന പുഷ്പങ്ങൾ മുഴുവൻ ഒരു പ്രത്യേകിച്ചൊരു കൊട്ടയിലാക്കിയിട്ട് ഈ സാധനം സംഭരിക്കുന്നൊരു സംവിധാനം അവിടെയുണ്ട്. അങ്ങനെയുള്ള പുഷ്പ സംഭരണം കൊണ്ടുണ്ടാക്കുന്ന അസംസ്കൃത വസ്തുക്കളെ ഉപയോഗിച്ചുണ്ടാകുന്ന ചെറിയ ഫാക്ടറി അവിടെ പ്രവർത്തിക്കുന്നു. ഈ ഫാക്ടറിയിൽ ഈ പറയുന്ന പുഷ്പങ്ങൾ കംപ്ലീറ്റ് വിനിയോഗിക്കുന്നു. പഴയ കാലത്ത് അങ്ങനെയല്ല അവസ്ഥ. പഴയ കാലത്ത് നമ്മളെ അങ്ങാൻ ചെന്നിട്ട് 2 ചെത്തിപ്പൂവോ ഒരു ജമന്തിപ്പൂവോ അവിടേക്ക് അർച്ചിച്ച് കഴിഞ്ഞാൽ ഈ അർച്ചിക്കുന്ന സാധനം അവിടെ കിടക്കും. അത് വെള്ളത്തിലായിരിക്കും, അത് പുഴുക്കും, അത് സർവനാശം വരുത്തിക്കൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലേക്കാണ് വന്നിരുന്നത്. ആ നിലയ്ക്കാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. കാരണം സത്യത്തിൽ അതിന് കാരണം ഈ കോൺഗ്രസ്സുകാർക്ക് ഇതിനകത്തൊന്നും യാതൊരു വിശ്വാസവും ഇല്ല. കോൺഗ്രസ്സിന് ആരോ പറയുന്ന മാതിരി കമന്ന് വീണ പണം കിട്ടണം, ഈ ഒറ്റ സ്വഭാവമേ ഉള്ളൂ. അത് ഏറ്റവും മേലേ തട്ടിലുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ട് താഴെ തട്ടിലുള്ള കോൺഗ്രസ്സുകാരൻ വരേക്കും ഒറ്റ സ്വഭാവത്തിലാണ്. അതുകൊണ്ട് ഈ ഭാരതത്തിൻ്റെ മാലിന്യമുക്ത ഭാരതം ഒന്നും കോൺഗ്രസ്സിന് ചിന്തയിലില്ല. സാധാരണക്കാരന് കക്കൂസ് കൊടുക്കുന്ന അവരുടെ ചിന്തയിലില്ല. അവരുടെ ചിന്തയിൽ വരുന്ന വലിയ വലിയ ഫാക്ടറി, ശൗചാലയ നിർമ്മാണത്തെ പരിഹസിക്കപ്പെട്ടിരുന്നു. അവര് പരിഹസിക്കുന്ന ആളുകളാണ്. കാരണം ഇത് ഈ ശൗചാലയം സാധാരണക്കാരന് വേണ്ടതാണ് ഇവർ കണക്കി.
ഈ കോൺഗ്രസ്സുകാരൻ്റെ കണക്കിൽ നൂറുകണക്കിന് ശൗചാലയങ്ങൾ, ആയിരക്കണക്കിന് ശൗചാലയങ്ങൾ നിർമ്മിച്ചതിനെ പരിഹസിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഒരു വലിയ ഇതിൻ്റെ ഏറ്റവും രസകരമായ സംഭവം നമ്മൾ പ്രയാഗ്രാജിൽ തന്നെ എടുത്താൽ മതി. പ്രയാഗ്രാജിൽ ഞാൻ ഈ പോകുന്ന 2 പതിറ്റാണ്ടിന് മുമ്പുള്ള അവിടെ പോയിട്ടുണ്ട്. ഞാൻ കുളിച്ചിരുന്നില്ല അന്ന്, ഞാൻ കാല് പോലും കഴുകിയില്ല പ്രയാഗ്രാജിൽ. മറ്റേ ഗംഗയിൽ ഇറങ്ങിയിട്ട് 3 നദികളുടെ സംഗമസ്ഥാനമാണത്. ആ സ്ഥലത്ത് നമുക്ക് കാല് കഴുകാൻ തോന്നില്ല. ആ സ്ഥലത്ത് കാല് കഴുകാതെ ഇരുന്ന സ്ഥലത്ത് ഈ കഴിഞ്ഞ 4 വർഷം മുമ്പ് ഞാനും ഭാര്യയും കൂടിയാണ് അവിടെ പോയത്. ഞങ്ങളവിടെ കുളിച്ചു. ആ സ്ഥലത്ത് നമുക്ക് കുളിക്കാം. കോരിച്ചൊരിയുന്ന മഴ ആ സമയത്ത്. ആ മഴ കഴിഞ്ഞിട്ട് നനഞ്ഞു വരുന്ന നമുക്ക് വൃത്തിയാകാൻ വേണ്ടിയിട്ട് അവിടെ ചില ചെറിയ ഷെൽട്ടറുകളുണ്ട്. ഏകദേശം 10,000-ഓളം ഷെൽട്ടറുകൾ ആ നദീതീരത്തോടെ മൊത്തമായിട്ടുണ്ട്. ഈ 10,000 സ്ഥലത്തും ആളുകൾ ഒരേ സമയത്തൊരു 10,000, 20,000 പേർക്ക് ഒരേ സമയത്ത് നിന്നിട്ട് നമ്മുടെ വസ്ത്രം എല്ലാം മാറ്റാനായിട്ടുള്ള സംവിധാനങ്ങൾ. അവിടെ പോയിട്ട് വന്ന ചില ആളുകൾ, ഇപ്പോൾ പോയിട്ട് വന്നവർ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഗംഭീരമായ ഒരുക്കങ്ങളെ പറ്റി പറഞ്ഞിരുന്നു. അതെ, ഞാൻ ഈ ഒരുക്കങ്ങളെ കുറിച്ച് ഇത് മാത്രമല്ല ശേഷമുള്ളത്. അവിടെ ഈ കുംഭമേളയ്ക്ക് പോകുന്ന സമയത്ത് ഞാനവിടെ ഫ്ലൈറ്റിൽ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് പിന്നെ പോയത് ഒരു ഓട്ടോറിക്ഷ കയറിയിട്ട് ഈ പറയുന്ന പ്രയാഗ്രാജിലേക്ക് പോയി. അപ്പോൾ ടൗണിൻ്റെ പ്രധാനപ്പെട്ട നമ്മുടെ നദീതീരത്തേക്കൊന്നും കാറ് പ്രവേശിപ്പിക്കില്ല, ഓട്ടോറിക്ഷ മാത്രമാണ്. അപ്പം ഞാൻ ആ ഓട്ടോറിക്ഷ കയറിയ സമയത്ത് ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് ഓട്ടോറിക്ഷ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറയുന്നത് ഇലക്ട്രിക് ഓട്ടോയാണ്. ഈ ഇലക്ട്രിക് ഓട്ടോ സർക്കാരിൻ്റെ സപ്പോർട്ടിലാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 10,000 ഓട്ടോറിക്ഷ വരെ അവിടെ കിടന്ന് ഓടുന്നുണ്ട്. ഒരു ഓട്ടോറിക്ഷയുടെ ഒരു ദിവസം ഞാൻ ഈ ഓട്ടോറിക്ഷക്കാരന് ചോദിച്ചു എത്ര രൂപ വരുമാനമുണ്ട് ഒരു ദിവസം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 4,500 രൂപ ഓട്ടോ ഒരു ദിവസം ഓടും. രാവിലെ 6 മണിക്ക് ഓടാൻ തുടങ്ങണം, രാത്രി 10, 10:30, 11 മണിക്ക് ഓട്ടം നിർത്താം. ഈ സമയത്തേക്ക് 4,500 രൂപ കിട്ടും. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൻ്റെ ലോണൊക്കെ എങ്ങനെയാണ്? 100% ബാങ്ക് ലോണാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ലോൺ കൊടുത്തിരിക്കുന്നു. 2,16,000 രൂപ മറ്റാണ് പിയാഗോവിൻ്റെ ഓട്ടോറിക്ഷയുടെ വില. 30,000 രൂപ സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡി. ബാക്കി 1,86 മറ്റേ ഇവർ അടയ്ക്കണം. അതിന് ഇവർ ഒരു ദിവസം 2,000 രൂപ വെച്ചിട്ട് അടയ്ക്കണം. 100 ദിവസക്കാലം കൊണ്ട് 2 ലക്ഷം രൂപ ക്ലീൻ ഇൻട്രസ്റ്റ് അടക്കം ആ എമൗണ്ട് അടച്ചിനി തീർന്നു. അപ്പോൾ 2 ലക്ഷം രൂപ 2,000 രൂപ അടയ്ക്കാനായിട്ട് ഇയാൾ പറയുന്നത് ഒരു പ്രയാസമില്ല സാറേ, ഞാൻ 4,500 രൂപ ഓട്ടോ ഓടുന്നുണ്ട്, 2,000 രൂപ അടച്ച് 2,500 രൂപ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഇത് സാധാരണ ഓട്ടോ ഫലപ്രദമായിട്ടൊരു പദ്ധതി വിജയകരമായി നടപ്പാക്കുന്നത്, വിജയകരമായിട്ട് എങ്ങനെ നടപ്പാക്കാം എന്നുള്ളതിൻ്റെ വലിയൊരു എക്സാമ്പിളാണ് പ്രയാഗ്രാജ്. ഇന്ന് മാത്രം പ്രയാഗ്രാജിന് മൊത്തം പ്ലാനിങ്. ഈ പ്ലാനിങ് ഇന്നത്തെ ഈ പറയുന്ന ഇവർക്ക് ചിന്തിക്കാൻ സാധ്യമല്ലാത്ത ഈ പറയുന്ന ഷിഹാബുദ്ദീൻ റിസ്വി അടക്കമുള്ള ആളുകളുടെ ഏറ്റവും വലിയ മനോവേദന അവിടെയാണ്. കാരണം പ്രയാഗ്രാജിൻ്റെ വളർച്ച കണ്ടാൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ്. അവിടെ നിന്ന് തൊട്ടടുത്ത് വലിയ ഹൈവേ അതിൽ കടന്നു പോകുന്നുണ്ട്. 6 വരി ഹൈവേയാണ് അതിൽ കൂടി കടന്നു പോകുന്നത്. അതിൽ കൂടി ആൾക്ക് യാത്ര ചെയ്യാം. മൊത്തം പ്രദേശത്ത് ആളുകൾക്ക് വലിയ നിരോധിക്കണമെന്ന് വരെ എത്തിയിരിക്കുന്നു. കുംഭമേള നിരോധിക്കണമെന്ന് മാത്രമല്ല, ഈ ഇത്തരത്തിലുള്ള ആളുകൾ ഇവർക്ക് യോഗി ആദിത്യനാഥിന് പരിചയമില്ലാത്തതുകൊണ്ടാണ് ശരിക്കും ഇത്തരത്തിൽ വിഡ്ഢിത്തരങ്ങളൊക്കെ ചോദിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുംഭമേള നിരോധിക്കണം എന്ന് ആവശ്യപ്പെടുക, അത് പറഞ്ഞിട്ട് കത്ത് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് കുംഭമേളയുടെ സ്ഥലം ഞങ്ങളുടെ ആയിരുന്നു എന്നൊക്കെ പറയുക. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം പറഞ്ഞ് ഇതൊന്ന് മുനമ്പോ? ഇത് കേരളമൊന്നും അല്ലല്ലോ. ഉത്തർപ്രദേശ് ആവുന്ന സമയത്ത് ശക്തമായിട്ടുള്ള മറുപടി അവിടെ ജനങ്ങളിൽ നിന്ന് കിട്ടും, അവിടെ മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടും. അതിലൊരു സംശയം ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല. റിസ്വി പറയുന്ന മാതിരി മുസ്ലിങ്ങൾ മതപരിവർത്തനം നടത്തേണ്ട ആവശ്യമില്ല. കാരണം സാധാരണ മുസ്ലിം അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇന്ത്യയിലാകമാനം എന്നല്ല ലോകത്തിലാകമാനം നമുക്ക് സാധാരണ ചർച്ചയിൽ കൊണ്ടുവരുന്നതിനേക്കാൾ ഉപരിയാണ്. സാധാരണ മുസ്ലിമിന് ദുരിതമാണ്, അവന് കഷ്ടപ്പാടാണ്. നമസ്കാരം.